ഹായ് ഹലോ, പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ദേവയാനി തൻ്റെ മരുമകളെ ഒരുപാട് നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കലും എന്ത് വന്നാലും ഇനി തൻ്റെ മരുമകളെ വിട്ടുകൊടുക്കത്തില്ല എന്നൊരു നിലപാടിലേക്ക് ദേവയാനി വന്നു കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ ഇടയിലും ദേവയാനി കുത്തിത്തിരിപ്പുണ്ടാക്കി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അടുത്തടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അനന്തപുരിയിലുള്ള എല്ലാവരുടെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടും അവിടെ കുറച്ച് പേര് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ ദേവയാനി എല്ലാത്തിനും നയനയ്ക്ക് അനുവാദം കൊടുത്തു. വേറെ ഒന്നുമല്ല, ആദർശിന്റെ കൂടെ നയനയ്ക്ക് ഓഫീസിലോട്ട് പോകാം, തൻ്റെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് കരുതണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അങ്ങനെ ദേവയാനിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ആദർശും നയനയും കൂടി തിരികെ ഓഫീസിലോട്ട് പോകുവാണ്. അപ്പോൾ ഓഫീസിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയ സമയത്തും ദേവയാനിയും മുത്തശ്ശനും ഒക്കെ പറഞ്ഞു, മോൾക്ക് ഒരു ഇത്ര സാലറി എന്ന് പറഞ്ഞൊരു ഫിക്സഡ് സാലറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാലറിയും മോൾക്ക് തരും, പിന്നെ ഇൻസെൻറ്റീവ്, അങ്ങനെ ഒരുപാട് എങ്ങനെയാണോ അവിടുത്തെ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും സാലറി ആയിട്ട് തരുമെന്ന് പറഞ്ഞു. എന്നാൽ അത് നയന വേണ്ട എന്ന് തന്നെ തീർത്തു പറഞ്ഞു. എന്നാൽ അങ്ങനെ ഫ്രീ ആയിട്ട് ഒരാളും ഇവിടെ ജോലി ചെയ്യണ്ട എന്ന് ദേവയാനിയും തീരുമാനിച്ചു. അങ്ങനെ മുത്തശ്ശനും പറയുവാണ്, ആദർശനാണെങ്കിലും നയനയ്ക്ക് ഇപ്പോൾ അനിക്കാണെങ്കിലും അഭിക്കാണെങ്കിലും എല്ലാവർക്കും അവിടെ ശമ്പളം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മോൾക്കും ഇവിടെ ശമ്പളം തരും, ആ ശമ്പളം മോളും മേടിക്കണം എന്ന് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി നയന തിരികെ ഓഫീസിലോട്ട് പോകുവാണ്. അപ്പോൾ ആദർശൻ എന്ന് പറയുമ്പോഴത്തേക്കും നയന ഇനി കണ്ടുകൊണ്ടിരിക്കാമല്ലോ, തനിക്ക് ഒരു സന്തോഷം തന്നെയാണ് നയന എപ്പോഴും തൻ്റെ കൂടെ ഉള്ളത്. ആ ഒരു സന്തോഷമാണ് ആദർശൻ ഇപ്പോൾ. അങ്ങനെ ആദർശം നയനയും കൂടി തിരികെ ഓഫീസിലോട്ട് പോയി. എല്ലാവരും നയനെ സ്വീകരിച്ചു, ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ച് അകത്തോട്ട് കയറ്റിയതിന് ശേഷം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നയന ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് എത്തും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു, പക്ഷെ അത് എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. എന്നാൽ അതിനുള്ള ഉത്തരമായിട്ടാണ് നയന ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടു കൂടി നയനെ അകത്ത് കൊണ്ടിരുത്തി ആദർശ ആ ഒരു ക്യാബിനൊക്കെ കാണിച്ചു കൊടുത്തു. ആദർശിന്റെ റൂമിലല്ല നയനയ്ക്ക് ഒരു ക്യാബിനെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ ഒരു ജോലിയും ചെയ്യത്തില്ല, ഇങ്ങനെ സംസാരിച്ചേനെ ഇരിക്കും. അതുകൊണ്ട് രണ്ടുപേർക്ക് രണ്ട് സ്ഥലത്തായിട്ടാണ് ക്യാബിൻ ശരിയാക്കിയിരിക്കുന്നത്. പിന്നെ നയന അങ്ങനെ നല്ല ഗമയോട് കൂടി വന്നിരിക്കുന്നതിന്റെ ഫോട്ടോയൊക്കെ ആദർശ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് റെഡിയായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ നയന ഓരോ കാര്യങ്ങളും ആദർശിനെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം സഹായിക്കുന്നുണ്ട്. എന്നാൽ നയന അവിടെ ഓഫീസിലോട്ട് പോയത് അറിഞ്ഞിട്ട് ജലജയ്ക്കോ ജാനകിക്കോ അഭിക്കോ ഒട്ടും ഇരിക്കപ്പുറതിയില്ല. എങ്ങനെയെങ്കിലും നയനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം. അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു അത്ഭുതം എന്ന് പറയുമ്പോൾ ദേവയാനിയുടെ ഒരു മാറ്റമാണ്. ദേവയാനി എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് മാറി, ദേവയാനിയുടെ ഈ ഒരു മാറ്റത്തിലാണ് എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുന്നത്. അവസാനം എല്ലാവരും തീരുമാനിച്ചു, ദേവയാനിക്ക് എന്താ ഇത്ര പെട്ടെന്ന് വന്ന മാറ്റം, അങ്ങനെയൊക്കെ ഓരോ ചർച്ചകൾ നടക്കുവാണ്. ഇനിയിപ്പം മരുമകളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി തുടങ്ങിയോ, അതോ എന്താണ് ഇങ്ങനെ പണ്ടാണെങ്കിൽ ഇങ്ങനെ ആഹാരമൊന്നും ഉണ്ടാക്കാറില്ല, ജോലിക്കാരി ആഹാരം ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ ജോലിക്കാരി അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറയും. നയനയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും, എന്നിട്ട് ഏട്ടത്തി ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഏട്ടത്തി ഒരുപാട് മാറി. ഏട്ടത്തിയുടെ മാറ്റം തന്നെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ജലജയും ജാനകിയും അഭിയും വിചാരിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, ഇപ്പോൾ ഈ ഒരു താൻ ഒരുപാട് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടാണ് ഇപ്പോൾ ദേവയാനി വന്നത്. ദേവയാനിക്ക് നവ്യയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാലിൽ വിഷം കലർത്തി ആ പാല് കുടിച്ചിട്ടാണ് ദേവയാനിക്ക് ഇങ്ങനെ ഒരു അസുഖം, ഇങ്ങനെ കരളൊക്കെ കംപ്ലൈൻ്റ് ആയി ഇങ്ങനെ മരണത്തിലോട്ട് പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കിയത്. അപ്പോൾ നയനെ കൊല്ലാനായിട്ടാണ് ദേവയാനി തീരുമാനിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് കൊല്ലുന്നതിന് മുന്നേ നയനയ്ക്ക് നല്ല ഭക്ഷണം വിളമ്പി, ആഹാരമൊക്കെ വിളമ്പി, നയനയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം അവസാനം നയനെ കൊല്ലാം എന്നാണ് ദേവയാനിയുടെ മനസ്സിൽ. അതുകൊണ്ട് എങ്ങനെയാണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഉറപ്പായിട്ടും ദേവയാനി നയനെ കൊല്ലും എന്ന് തന്നെയാണ് ജാനകിയുടെയും അഭിയുടെയും ജലജയുടെ മനസ്സിൽ. അങ്ങനെ നയന ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ജാനകി പോകുമ്പോഴും നയനയ്ക്കോ അനാമികയ്ക്കോ ഒരു കുഞ്ഞില്ല വയറ്റിൽ. പക്ഷെ നവ്യ ഇപ്പോൾ ഗർഭിണിയായിട്ട് പ്രസവിക്കാറായ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് നവ്യ ഇനി പെട്ടെന്നൊന്നും അടിച്ചു പുറത്താക്കാനായിട്ട് പറ്റത്തില്ല എന്ന് അഭിക്ക് മനസ്സിലായിട്ടുണ്ട്.
അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോരോ വഴിക്ക് പോയി. നയനയും ആദർശും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയന ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ടാണ് ദേവയാനി ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ സന്തോഷത്തോടു കൂടി അവർ കഴിക്കുന്നുണ്ട്. കഴിച്ചതിന് ശേഷം അമ്മയെ വിളിച്ച് അതിനെ അഭിനന്ദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. ആ ഒരു ടെൻഷൻ കൊണ്ട് തന്നെ ആദർശം പറഞ്ഞു നീ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ നയനയെ വിളിച്ചില്ല. എന്നാൽ ദേവയാനിക്ക് നയനയോട് സംസാരിക്കണം, നയനയുടെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഇപ്പോൾ നയനയ്ക്ക് സംശയമൊന്നുമില്ല. ഞാനിനെ വിളിച്ചിട്ട് നയനയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു ദേവയാനിക്ക്. അങ്ങനെ ഒടുവിൽ ദേവയാനി ഒന്നും നോക്കിയില്ല, നേരെ നയനെ വിളിക്കാമെന്ന് തീരുമാനിച്ചു. നയനെ വിളിച്ചു. എന്നിട്ട് ആദർശിന്റെ കാര്യങ്ങളാണ് അന്വേഷിച്ചത്. ആദർശ് ഭക്ഷണം കഴിച്ചോ, അവന് ഭക്ഷണം ഇഷ്ടപ്പെട്ടോ, അവൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ അവന്റെ കാര്യങ്ങൾ തിരക്കുമ്പോൾ ആദർശിനെ കുറിച്ച് പറയുന്നതിന്റെ കൂടെ തന്നെ നയന തന്റെ കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. എനിക്ക് അമ്മ ഉണ്ടാക്കിയ ആഹാരം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു, കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഒരു തരി പറ്റുപോലും വെക്കാതെ എല്ലാം നല്ലതുപോലെ വടിച്ചു കഴിച്ചു, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു. അങ്ങനെ നയനയുടെ ഓരോ വാക്കുകളും ദേവയാനി അത്രത്തോളം സന്തോഷിച്ചു. വൈകുന്നേരം നയനയും ആദർശവും ഒക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവയാനി ഇപ്പോൾ. അപ്പോൾ മുത്തശ്ശി വന്ന് പറയുന്നുണ്ട്, മോൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്നാൽ ആദർശിന് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും സഹായിച്ചു. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഒരുപാട് സന്തോഷത്തോടെയാണ് ദേവയാനിയുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിന്റെ ഇടയിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശത്രുക്കൾ കാത്തിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.